ഹായ്, എൻ്റെ എല്ലാ കൊച്ചുകൂട്ടുകാർക്കും കൊക്കോ ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ മലയാളം ചാപ്റ്റർ 2 ആണ്. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് കൂട്ടുകാരെ? കുട്ടിപ്പുര. എന്താണ് ഈ കുട്ടിപ്പുര എന്ന് പറഞ്ഞാൽ? പുര എന്ന് പറഞ്ഞാൽ വീട് എന്നാണ് അർത്ഥം. അപ്പോൾ കുട്ടിപ്പുര എന്ന് പറഞ്ഞാലോ? അതെ, നല്ല കൊച്ചു വീടിനെയാണ് നമ്മൾ കുട്ടിപ്പുര എന്ന് പറയുന്നത്. കൂട്ടുകാരെ, ക്ലാസ് കേൾക്കുന്നതിനോടൊപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി പറയാൻ ശ്രമിക്കണേ. അപ്പം നമുക്ക് നോക്കാം. ചിത്രത്തിലേക്ക് നോക്കിയേ, എന്താണ് കാണുന്നത്? അവിടെ ധാരാളം വീടുകളുണ്ടല്ലേ? എല്ലാ വീടുകളും ഒരുപോലെയാണോ ഉള്ളത്? അല്ല, അവിടെ വ്യത്യസ്ത തരത്തിലുള്ള വീടുകളാണുള്ളത്. ഓടിട്ട വീടുകളുണ്ട്, ഫ്ലാറ്റുകളുണ്ട്, ഒറ്റനില വീടുകളും ഇരുനില വീടുകളും പുല്ലുമേഞ്ഞ വീടും ടെൻറ്റും, അങ്ങനെ ധാരാളം വീടുകൾ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ടല്ലേ? ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. കുട്ടിപ്പുര. ഇവിടെ നോക്കിയ കൂട്ടുകാരെ, എന്താണ് ഈ പടത്തിൽ കാണുന്നത്? ഒരു വീടിൻ്റെ വരാന്തയാണ് കാണുന്നത്. വരാന്ത എന്ന് പറഞ്ഞാൽ എന്താന്ന് കൂട്ടുകാർക്ക് അറിയാമോ? നമ്മുടെ സിറ്റ് ഔട്ടില്ലേ, സിറ്റ് ഔട്ടിനെയാണ് വരാന്ത എന്ന് പറയുന്നത്. നോക്കിയേ, ആ വരാന്തയിൽ ഒരു അച്ഛനും ഒരു കുട്ടിയും നിൽപ്പുണ്ട്. അപ്പം ഞാൻ വായിക്കുന്ന കൂട്ടുകാർ ശ്രദ്ധിച്ച് കേൾക്കണേ. 6 വയസ്സുള്ള സാവിത്രിക്കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ചു വലിച്ചു ഉമ്മറത്തേക്ക് കൊണ്ടുവന്നു. പറയൂ അച്ഛാ, പറയൂ. അച്ഛൻ ഉമ്മറത്തെ ചാര കസേരയിൽ ഇരുന്നു. സാവിത്രിക്കുട്ടി അക്ഷമയോടെ കാത്തുനിന്നു. വേലു, അച്ഛൻ ആരംഭിച്ചു. ഇതാ, ഈ കുട്ടിക്ക് ഒരു വാശി, ഒരു കുട്ടിപ്പുര പണിയണമത്രേ. കുട്ടിപ്പുര മാത്രം പോരാ, അതിൽ ആളുകളും വേണം, അവൾ കൂട്ടിച്ചേർത്തു. ആണുങ്ങളോ പെണ്ണുങ്ങളോ? വേലുവിന് സംശയമുണ്ടായി. പെണ്ണുങ്ങൾ, ഒക്കെ പെണ്ണുങ്ങൾ. 3 പെൺകുട്ടികൾ വേണം, പിന്നെ അച്ഛനും അമ്മയും. ശരി, വേലു സമ്മതിച്ചു. എന്നേക്ക് പണി തീരും? സാവിത്രിക്കുട്ടിക്ക് അപ്പോഴേക്കും ധൃതിയായി. 1 ആഴ്ച, ഏറിയാൽ 10 ദിവസം. വേലു മാനത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, പെരുമഴയാണ് വരുന്നത്. ഈ മഴക്കാലത്ത് മറ്റു പണികളൊന്നും ഉണ്ടാവില്ല. ഈ കുട്ടിപ്പുരയുടെ പണി കിട്ടിയത് നന്നായി. സാവിത്രിക്കുട്ടി അന്ന് രാത്രി ഉറങ്ങിയില്ല. വരാന്തയും 2 കിടപ്പറകളും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള സുന്ദരമായൊരു കുട്ടിപ്പുര. കണ്ണു മിഴിച്ചു കിടന്നുകൊണ്ട് തന്നെ അവൾ സ്വപ്നം കണ്ടു. അവൾ തോർത്ത് മുണ്ടെടുത്ത് സാരിയായി ധരിച്ചു. ആ കുട്ടിപ്പുരയിൽ എന്ന സങ്കല്പത്തിൽ സ്വന്തം കിടപ്പറയിൽ തെക്ക് വടക്കും കിഴക്ക് പടിഞ്ഞാറും നടന്നു. പിറ്റേന്നു രാവിലെ സാവിത്രിക്കുട്ടി വേലുവിനെ കാത്തിരുന്നു. അയാൾ വന്നില്ല. അതിന്റെ പിറ്റേന്നും വന്നില്ല. സാവിത്രിക്കുട്ടി അച്ഛനോട് പരാതി പറഞ്ഞു. വേലുവിനുണ്ടോ വീടും കുടിയും? എവിടെ ചെന്നിട്ടാണ് അയാളെ തിരഞ്ഞു പിടിക്കുക? സാവിത്രിക്കുട്ടി അപേക്ഷിച്ചപ്പോൾ വേലക്കാരൻ നാണു കൈമലർത്തി. വീണ്ടും ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വേലു വന്നുള്ളൂ. വന്നത് വലിയൊരു ഉന്തുവണ്ടിയും കൊണ്ടായിരുന്നു. ഉന്തുവണ്ടിയിൽ നിന്ന് കുറെ തട്ടുമുട്ട് സാധനങ്ങൾ ഇറക്കി. അയാളത് കൂട്ടിച്ചേർത്ത് ഒരു കുട്ടിപ്പുര. സാവിത്രിക്കുട്ടി അന്തം വിട്ടുനിന്നു. അപ്പം ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പൊ പറയൂ കൂട്ടുകാരെ, നമ്മുടെ പാഠഭാഗത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? അതെ, സാവിത്രിക്കുട്ടി, സാവിത്രിക്കുട്ടിയുടെ അച്ഛൻ, അതുപോലെ വേലു, പിന്നെ നാണുവും. നമ്മുടെ സാവിത്രിക്കുട്ടിക്ക് എന്ത് വേണമെന്നാണ് അവൾ അച്ഛനോട് വാശി പിടിച്ചത്? അതെ, ഒരു കുട്ടിപ്പുര അല്ലേ? നമുക്ക് എല്ലാവർക്കും ആഗ്രഹമില്ലേ നമുക്കിരുന്ന് കളിക്കാനായിട്ടൊരു കുഞ്ഞു വീടുണ്ടായിരുന്നുവെങ്കിൽ? അല്ലേ? എനിക്ക് കുഞ്ഞിലെ ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു വീടും അതിൽ നിറയെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. നമ്മുടെ ആവശ്യങ്ങളൊക്കെ നമ്മൾ ആരോടാ പറഞ്ഞു കൊടുക്കാറ്? നമ്മുടെ അച്ഛനോടും അമ്മയോടാണല്ലേ? അതുപോലെ നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ അച്ഛനോട് പറഞ്ഞു അവക്കൊരു കുട്ടിപ്പുര വേണമെന്ന്. അച്ഛൻ അത് ആരോട് പറഞ്ഞു? വേലുവിനോട് പറഞ്ഞു.
വേലുവാണെങ്കിലുണ്ടല്ലോ കൂട്ടുകാരെ, മഴയൊക്കെ ആയതുകൊണ്ട് വേലുവിന് വേറെ ജോലിയൊന്നും തരപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടിപ്പുരയുടെ ജോലി വന്നത് വേലുവിനൊരു ഉപകാരമായി. അങ്ങനെ വേലു നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ കുട്ടിപ്പുരയുടെ ജോലി ഏറ്റെടുത്തു. എന്നാൽ നമ്മുടെ സാവിത്രിക്കുട്ടിക്ക് കുട്ടിപ്പുര മാത്രം മതിയായിരുന്നോ? അല്ല അല്ലേ, അതിൽ എന്തൊക്കെ വേണമെന്നാ പറയുന്നേ? നോക്കേ, അതിൽ ആളുകളും വേണം. അപ്പൊ വേലു ചോദിക്കുകയാണ്, ആണുങ്ങളോ പെണ്ണുങ്ങളോ? നമ്മുടെ സാവിത്രിക്കുട്ടി എന്താ പറയാ? ആണുങ്ങളൊന്നും വേണ്ട, പെണ്ണുങ്ങൾ മാത്രം മതി. അതും 3 പെൺകുട്ടികൾ. പിന്നെ അച്ഛനും വേണം, അമ്മയും വേണം അല്ലേ? പിന്നെ എന്തൊക്കെ വേണമെന്നാ പറയുന്നത്? സാവിത്രിക്കുട്ടിയുടെ ആഗ്രഹം നോക്കിയേ. വരാന്തയും 2 കിടപ്പറകളും ഊണുമുറിയും അടുക്കളയും കലവറയും കുളിമുറിയുമുള്ള നല്ല സുന്ദരമായൊരു കുട്ടിപ്പുരയാണ് നമ്മുടെ സാവിത്രിക്കുട്ടിക്ക് വേണ്ടത്. അപ്പൊ കൂട്ടുകാർക്ക് ചില വാക്കുകളിൽ സംശയമുണ്ടാവല്ലേ? നമുക്കത് മാറ്റിയെടുക്കാം. എന്താണ് ഈ വരാന്ത എന്ന് പറയുന്നത്? വരാന്ത എന്ന് പറയുന്നത് നമ്മുടെ സിറ്റ് ഔട്ട് എന്ന് പറയുന്ന പേരാണ്. അതുപോലെ കിടപ്പറ, എന്താ കിടപ്പറ? കിടപ്പറ എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്റൂമിന് പറയുന്ന പേരാണ്. അതുപോലെ ഊണുമുറി എന്ന് പറയുന്നത് ഡൈനിങ് ഹാൾ, അടുക്കള എന്ന് പറയുന്നത് കിച്ചൺ, കലവറ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡും സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും, നമ്മുടെ സ്റ്റോർ റൂമിനെയാണ് കലവറ എന്ന് പറയുന്നത്. അതുപോലെ കുളിമുറി എന്താണെന്ന് അറിയാം അല്ലേ? നമ്മുടെ ബാത്റൂമാണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങിത്തരാതെ നമ്മുടെ വീട്ടുകാർ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പിന്നീട് അതിനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും അല്ലേ ഉണ്ടാവുക? ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കളിപ്പാട്ടമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കോ എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ ചിന്ത? എന്ത് കളിപ്പാട്ടാണ് വാങ്ങിച്ചു തരുന്നത്, അതിൻ്റെ കളർ എന്തായിരിക്കും, അതുകൊണ്ട് നമ്മൾ കളിക്കുന്ന ഓർമ്മകളൊക്കെ ആയിരിക്കും നമ്മുടെ ഉള്ളിലുണ്ടാവുകയല്ലേ? അതുപോലെ നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ മനസ്സിലും ഇപ്പം ആ കുട്ടിപ്പുരയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു കടന്നു വന്നുകൊണ്ടിരുന്നത്. അവള് ഉറങ്ങാൻ കിടന്നപ്പോൾ വരെ അതിനെ കണ്ണും മിഴിച്ച് സ്വപ്നം കാണുകയാ ചെയ്തുണ്ടായത്. അടുത്ത് നോക്കിയേ, അവൾ തോർത്ത് മുണ്ടെടുത്ത് സാരിയായി ധരിച്ചു. ആ കുട്ടിപ്പുരയിൽ എന്ന സങ്കല്പത്തിൽ സ്വന്തം കിടപ്പറയിൽ തെക്കു വടക്കും കിഴക്കു പടിഞ്ഞാറും നടന്നു. അപ്പൊ നോക്കിയേ, അവൾ ആ കുട്ടിപ്പുരയിൽ നടക്കുന്നത് പോലെ ഒരു തോർത്ത് മുണ്ടെടുത്ത് സാരിയായിട്ട് ചുറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എന്നാ പറയുന്നേ. നമുക്ക് പെൺകുട്ടികൾക്ക് അറിയാം അല്ലേ, നമ്മള് സാരിയോ അമ്മയുടെ ഷാളോ ഒക്കെ എടുത്ത് നമ്മൾ സാരിയായി ചുറ്റി നടക്കാറുണ്ട്. അതുപോലെ നമ്മുടെ സാവിത്രിക്കുട്ടിയും ഒരു വലിയ ആളായ പോലെ ഒരു സാരിയൊക്കെ എടുത്ത് നടക്കുക ചെയ്യുന്നത്. അടുത്ത് നോക്കുക കേട്ടോ. പിറ്റേന്ന് രാവിലെ സാവിത്രിക്കുട്ടി വേലുവിനെ കാത്തിരുന്നു. അയാൾ വന്നോ? വന്നില്ല അല്ലേ? അതിന്റെ പിറ്റേന്നും വന്നില്ല. സാവിത്രിക്കുട്ടി അച്ഛനോട് പരാതി പറഞ്ഞു. വേലുവിനുണ്ടോ വീടും കുടിയും? എവിടെ ചെന്നിട്ടാണ് അയാളെ തിരഞ്ഞു പിടിക്കുക? സാവിത്രിക്കുട്ടി അപേക്ഷിച്ചപ്പോൾ വേലക്കാരൻ നാണുകൈമലെത്തി. അപ്പൊ നോക്കിയ കൂട്ടുകാർ, നമ്മുടെ സാവിത്രിക്കുട്ടി വേലു കുട്ടിപ്പുരയും ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് കാത്തിരിക്കുകയാണല്ലേ. പക്ഷെ വേലു വന്നോ? ഇല്ല അല്ലേ? അവള് അച്ഛനോട് പരാതി പറഞ്ഞു. വേലുവിനുണ്ടോ വീടും കുടിയും? എവിടെ ചെന്നാണ് അയാളെ തിരഞ്ഞു പിടിക്കുക? സാവിത്രിക്കുട്ടിയെ അപേക്ഷിച്ചപ്പോൾ വേലക്കാരൻ നാണു കൈമലർത്തി. നോക്കിക്കേ, സാവിത്രിക്കുട്ടി വേലുവിനെ അന്വേഷിക്കാനായി അവരുടെ വേലക്കാരനായ നാണുവിനോട് പറഞ്ഞപ്പോൾ നാണു പറഞ്ഞ ഉത്തരവാണിത്. വേലുവിന് വീടൊക്കെ ഉണ്ടോ? അതിന് എവിടെ പോയി അവനെ അന്വേഷിക്കാനാണ്? അത് കഴിഞ്ഞ് വീണ്ടും ഒരു 10 ദിവസം കൂടി കഴിഞ്ഞ് ആരാ വന്നേ കൂട്ടുകാരെ? നമ്മുടെ വേലു വന്നിരിക്കുകയാണ്. നോക്കിയേ, വീണ്ടും ഒരു 10 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വേലു വന്നുള്ളൂ. വന്നത് വലിയൊരു ഉന്തുവണ്ടിയും കൊണ്ടായിരുന്നു. അപ്പൊ കൂട്ടുകാർക്ക് ഇപ്പൊ ഒരു ആകാംക്ഷയായല്ലേ, എന്താ ഉന്തുവണ്ടിയിലുണ്ടാവുക? ഉന്തുവണ്ടിയിൽ നിന്ന് കുറെ തട്ടുമുട്ട് സാധനങ്ങൾ ഇറക്കി. അയാളത് കൂട്ടിച്ചേർത്ത് ഒരു കുട്ടിപ്പുര. അപ്പൊ എന്താ കൂട്ടുകാരെ ഇവിടെ പറയുന്നത്? ഉന്തുവണ്ടിയിൽ കുറെ സാധനങ്ങളായിരുന്നു നമ്മുടെ വേലു ഉന്തിക്കൊണ്ട് വന്നത്. അതെല്ലാം കൂട്ടിച്ചേർത്തപ്പോൾ എന്താ ലാസ്റ്റ് ഉണ്ടായത്? നമ്മുടെ സാവിത്രിക്കുട്ടിയുടെ ആവശ്യം പോലെ ഒരു കുട്ടിപ്പുരയായിരുന്നു അല്ലേ? അപ്പൊ അത് കണ്ട് നമ്മുടെ സാവിത്രിക്കുട്ടി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക എന്നാ പറയുന്നേ.
അപ്പം പാഠഭാഗം വായിച്ച് ഇത്രയും എൻ്റെ കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ അവസാനം കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ അടുത്ത പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാരും വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.